ഹലോ, അസ്സലാമു അലൈക്കും. ക്രഞ്ചി വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു കിഡിലൻ സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്പി ത്രെഡ് ചിക്കൻ. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കണം. അതിനു മുമ്പ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചില്ലി പേസ്റ്റ് റെഡിയാക്കാം. അതിനുവേണ്ടി 6 വറ്റൽ മുളകും 6 വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നമ്മുടെ ചെറിയ മിക്സി ജാറിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രഷ്ഡ് ചില്ലി പേസ്റ്റ് റെഡിയായി ഈ ഒരു ലെവലിലായിരിക്കണം. ഇനി നമ്മുടെ ചിക്കൻ എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂണും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രഷ്ഡ് ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലാസൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വരണം. അതുവരെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതടച്ച് 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള ഹോട്ട് ഗാർലിക് സോസ് റെഡിയാക്കാം. അതിന് ഒരു പാൻ എടുത്ത് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി 3 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് എണ്ണ തെളിഞ്ഞു വരുന്നത് കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ നമ്മുടെ സമൂസയുടെ ലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന നമ്മുടെ സമൂസയുടെ ഷീറ്റ്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സമൂസയുടെ ഷീറ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തുക, അതായത് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ എൻഡ് നമുക്ക് ലൂസാക്കി വിടാം കേട്ടോ. ബാക്കിയുള്ള എല്ലാ ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇങ്ങനെ കയ്യിൽ ഷീറ്റ് വെച്ച് നമ്മുടെ ചിക്കൻ അതിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് എൻഡ് ഫ്രീ ആക്കിയിടാം. ഞാനിപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും സമൂസ ഷീറ്റിൽ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ ത്രെഡ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണേ, കാരണം നമുക്കറിയാലോ സമൂസയുടെ ഷീറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്ത് ഉടനെ കഴിക്കണേ. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടും. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം. ഈ ത്രെഡ് ചിക്കന് നമ്മളെ ഹോട്ട് ഗാർലിക് സോസിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ബാക്കിയുള്ള എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ ക്രിസ്പി ത്രെഡ് ചിക്കൻ റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഈ സൂപ്പർ ടേസ്റ്റി ക്രിസ്പി ത്രെഡ് ചിക്കൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്
താങ്ക് യു.